നമസ്കാരം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉച്ചസ്ഥായിയിൽ നിൽക്കെ തിരുനെൽവേലിയിൽ നടന്ന കൂറ്റൻ റാലിയിൽ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആഞ്ഞടിച്ച് തമിഴക വെട്രി കഴകം നേതാവ് വിജയ്. തന്റെ സിനിമകൾക്കെതിരെ നടക്കുന്ന നീക്കങ്ങളും വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങളും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വിജയ് തുറന്നടിച്ചു. തന്റെ അവസാന ചിത്രമായ ജനനായകൻ റിലീസ് തടയാൻ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും വിജയ് ആരോപിച്ചു. സെൻസസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലെ തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു താരത്തിന്റെ പ്രതികരണം. അവർക്കൊരു കാര്യം മാത്രമേ അറിയൂ, വിജയിയെ കുറ്റപ്പെടുത്തുക. ജനനായകൻ എന്ന സിനിമയെ തടയാൻ നോക്കി, അത് പരാജയപ്പെട്ടപ്പോൾ എനിക്കായി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. ഞാൻ പുറത്തിറങ്ങി ജനങ്ങളെ കാണരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, പക്ഷേ ജനങ്ങൾ എന്നോടൊപ്പമുണ്ട്, അതൊരു അത്ഭുതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കരൂർ റാലിക്കിടെയുണ്ടായ അനിഷ്ട സംഭവങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെതിരെയും വിജയ് രൂക്ഷമായി പ്രതികരിച്ചു. ഏത് പ്രതിസന്ധിയിലും ജനങ്ങൾ തനിക്കൊപ്പം നിൽക്കുന്നത് എതിരാളികളെ ഭയപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തന്റെ വിവാഹമോചനത്തെക്കുറിച്ചും നടി തൃഷയുമായുള്ള ബന്ധത്തെക്കുറിച്ചും പ്രചരിക്കുന്ന വാർത്തകൾക്ക് വിജയ് മറുപടി നൽകി. തന്നെ വ്യക്തിപരമായി തളർത്താൻ കഴിയാതെ വന്നപ്പോഴാണ് പ്രിയപ്പെട്ടവരെ വലിച്ചിഴയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് കൃത്യം 30 ദിവസം മുൻപ് ഇത്തരം വാർത്തകൾ വരുന്നത് അവിചാരിതമല്ലെന്ന് വിജയ് ചൂണ്ടിക്കാട്ടി. തന്റെ സ്വകാര്യ ജീവിതത്തെ ലക്ഷ്യം വെച്ച് നടത്തുന്ന അപവാദങ്ങൾ ജനങ്ങൾക്കിടയിൽ വിലപ്പോവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നെ എത്രയധികം പരീക്ഷിച്ചാലും വേദനിപ്പിച്ചാലും ജനങ്ങളിൽ നിന്ന് എന്നെ വേർപെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന വിജയുടെ വാക്കുകൾ വലിയ കയ്യടികളോടെയാണ് അണികൾ സ്വീകരിച്ചത്. തിരുനെൽവേലിയിലെ റാലിയിൽ വിജയ് നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വെറുമൊരു സിനിമാ താരം എന്നതിനപ്പുറം തന്റെ പാർട്ടിക്കെതിരെ ഉയരുന്ന വെല്ലുവിളികളെ നേരിടാൻ താൻ സജ്ജനാണെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. എടപ്പാടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയ വിവാദവും പത്രിക തള്ളപ്പെട്ടതും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ പശ്ചാത്തലത്തിൽ തിരുനെൽവേലിയിലെ ഈ ജനമുന്നേറ്റം വിജയിക്കും TVK പ്രവർത്തകർക്കും വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഏപ്രിൽ 23 നടക്കുന്ന വോട്ടെടുപ്പിൽ തമിഴ് മക്കൾ തനിക്കൊപ്പം നിൽക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ദളപതി. അതേസമയം എടപ്പാടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ദളപതിയുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് മേൽ കരുനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തൊട്ടരികെ നിൽക്കെ പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ടായ അതൃപ്തി വിജയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ജനനായകൻ എന്ന പ്രതിച്ഛായയുടെ രാഷ്ട്രീയത്തിലിറങ്ങിയ വിജയ്ക്ക് ആരും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചരിത്രം എഴുതാൻ സിനിമാ ലോകത്തുനിന്നും ജനനായകനായി കടന്നുവന്ന വിജയുടെ തമിഴക വെട്രി കഴകം നേരിടുന്നത് അപ്രതീക്ഷിതവും കനത്തവുമായ തിരിച്ചടികളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പടിവാതിൽക്കൽ നിൽക്കെ സേലം ജില്ലയിലെ അതിനിർണായകമായ എടപ്പാടി മണ്ഡലത്തിൽ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത അവസ്ഥയാണ് നിലവിൽ. പത്രിക തള്ളപ്പെട്ടതും അതിന് പിന്നാലെ സ്ഥാനാർത്ഥിയെ കാണാതെയായതും വിജയുടെ രാഷ്ട്രീയ അരങ്ങേറ്റത്തിന് വലിയൊരു കർത്തപ്പാടായി മാറിയിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയും ADMKയും ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി K പളനിസ്വാമിയുടെ കോട്ടയായ എടപ്പാടിയിൽ അദ്ദേഹത്തിനെതിരെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഇറക്കി കരുത്തു തെളിയിക്കാനായിരുന്നു വിജയുടെ നീക്കം. ഇതിനായി അരുൺകുമാറിനെയാണ് പാർട്ടി നിയോഗിച്ചത്. എന്നാൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വേളയിൽ അരുൺകുമാറിന്റെ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയായിരുന്നു. ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടി അല്ലാത്തതിനാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് സമാനമായി 10 പേർ സ്ഥാനാർത്ഥിയെ പിന്താങ്ങിക്കൊണ്ട് ഒപ്പിടണമെന്നാണ് ചട്ടം. എന്നാൽ അരുൺകുമാറിന്റെ പത്രികയിൽ 8 പേരുടെ ഒപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് ഗുരുതരമായ സാങ്കേതിക പിശക് ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരി പത്രിക നിരസിച്ചത്. ഇതിന് പിന്നാലെ പാർട്ടി നിർദ്ദേശിച്ച ഡമി സ്ഥാനാർത്ഥി നിത്യയുടെ പത്രികയും സമാനമായ കാരണത്താൽ തള്ളപ്പെട്ടു. ഇതോടെ എടപ്പാടി മണ്ഡലത്തിൽ TVKയ്ക്ക് ഔദ്യോഗിക പ്രതിനിധി ഇല്ലാത്ത സ്ഥിതിയായിട്ടുണ്ട്.